കാണാൻ നല്ല മൊഞ്ചും പിന്നെ സ്വാദുമുള്ള ഒന്നാന്തരം കടലപ്പരിപ്പ് പായസം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹായ്, ഷഹനാസ് റിയൽ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടലപ്പരിപ്പ് പായസമാണ്. അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി വറുക്കുന്നുണ്ട്. കടലപ്പരിപ്പ് ഞാൻ കഴുകിയിട്ടില്ല. വറുത്തെടുത്തതിന് ശേഷം നമുക്കിത് വേവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കടലപ്പരിപ്പ് വറുത്തെടുത്തതിന് ശേഷമേ കഴുകുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. വറുത്ത് കളർ മാറി ചുവന്ന ഒരു കളറിലേക്ക് മാറുമ്പോൾ നമ്മളിത് ഇറക്കി വെക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ കടലപ്പരിപ്പ് നന്നായിട്ട് വറന്നു വന്നിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു പാത്രം വെച്ചിട്ട് ഒരു 1/2 കിലോ ശർക്കര 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ ഒന്ന് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ കടലപ്പരിപ്പ് വറുത്തതും പിന്നെ വറുക്കാത്തതുമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. അപ്പം ശർക്കര പാനി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കടലപ്പരിപ്പ് കഴുകിയെടുത്ത് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് കുക്കറിൽ അടുപ്പിൽ വെക്കുക. 3 വിസിൽ മതിയാകും. 3 വിസിൽ കേട്ട ശേഷം ഇത് ഓഫ് ചെയ്ത് വെക്കുക. ഇപ്പം 3ാമത്തെ വിസിൽ കേട്ടിട്ടുണ്ട്, ഓഫ് ചെയ്യാണ്. ഇനി ഇത് ഇറക്കി വെക്കുക. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് നല്ല ചൂട് കട്ടിയുള്ള കുറച്ച് വൃത്തമുള്ളൊരു പാത്രം അല്ലെങ്കിൽ ഉരുളി എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്ത് നമ്മൾ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് തേങ്ങ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് ചുവന്ന് വരുമ്പോൾ, അപ്പോൾ തേങ്ങ ഓപ്ഷണലാണ്, വേണ്ടാത്തവർ ഇടണ്ട, വേണമെന്നവർ ഇടാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ കാഷ്യൂസ് കുറച്ചിട്ട് കൊടുക്കണം. അതും ഒന്ന് ചുവന്ന് വരുമ്പോൾ നമ്മുടെ ഉണക്കമുന്തിരി കുറച്ചിട്ട് കൊടുത്ത് വറുത്ത് കോരി എടുക്കണം. എന്നിട്ട് ആ ചട്ടി അതുപോലെ തന്നെ, ആ പാത്രം അതുപോലെ തന്നെ വെക്കുക. നമുക്ക് ഇനി പരിപ്പ് അതിലേക്ക് ഇടേണ്ടതുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ആ പരിപ്പ് തണുത്തു, ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്, ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഉടയ്ക്കുന്നില്ല. പായസം വയ്ക്കുമ്പോൾ കടിക്കാൻ എന്തെങ്കിലും കിട്ടണമല്ലോ, അതിന് ഒരുപാട് ഉടയ്ക്കുന്നില്ല. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത ആ പാത്രത്തിൽ തന്നെ ബാക്കിയുള്ള നെയ്യ് ഉണ്ടായിരുന്നു. അതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ട് ഈ വേവിച്ച് വെച്ച പരിപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാനുള്ളത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് കുറുകി കഴിയുമ്പോൾ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ശർക്കര ഒഴിക്കുന്നുണ്ട്, പക്ഷേ അത് ഒഴിക്കുന്നത് കാണുന്നില്ല. പിന്നെ വീഡിയോ മിസ്സായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ശർക്കര ഇതായിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും നമ്മൾ കുറുക്കിയെടുക്കുക. പായസം ഒന്ന് കുറുകി വരുമ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം ശർക്കരയുടെ കളറും കൂടെ ചേർന്നിട്ട് നല്ലൊരു കളറായിട്ടുണ്ട്. അപ്പോൾ ഓണം സീരീസിലെ ആദ്യത്തെ പായസമാണ്. ആദ്യത്തെയോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അടപ്പായസം, പാലടപ്പായസം, അങ്ങനെയൊക്കെ ഉള്ള പായസങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് വെക്കാൻ പറ്റുന്നൊരു പായസമാണ് കടലപ്പരിപ്പ് പായസം. അപ്പോൾ ഒന്നുകൂടി ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് ഇതിൽ ഒഴിക്കുന്നത്. അപ്പം തേങ്ങാപ്പാലിൻ്റെ 2ാം പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ഒഴിച്ച് നന്നായിട്ട് വീണ്ടും കുറുകുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇപ്പോൾ 2ാമത്തെ പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് പായസം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ പാൽ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഇതുപോലെ തിളയ്ക്കേണ്ട കാര്യമില്ല. ഒന്ന് ചെറിയൊരു തിള വരുമ്പോൾ നമുക്ക് നിർത്താവുന്നതാണ്. അപ്പോൾ പായസം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വച്ചിട്ടുള്ള മുന്തിരിയും കാഷ്യൂസും തേങ്ങാക്കൊത്തും എല്ലാം കൂടി ഇതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വറ്റി നല്ല കളറൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല സ്മെല്ലും വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം.
കാരണം സാധാരണഗതിയിൽ പരിപ്പ് കഴുകിയിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിനകത്ത് 3-4 ഏലക്കയും ഒരു ശകലം ചുക്കുപൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ച കൂട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കാരണം ആദ്യത്തെ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളക്കേണ്ട കാര്യമില്ല. ലോ ഫ്ലെയിമിൽ ഒഴിച്ച് ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. ഇപ്പം ഞാൻ നല്ല അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. കടലപ്പരിപ്പ് പായസമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പം ഓണത്തിൻ്റെ ഭാഗമായി ഈ ഒരു പായസം ഉൾപ്പെടുത്തുക. അപ്പോൾ ഇനി മറ്റൊരു പായസമായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.